ഹായ് ഓൾ, ഇന്ന് നല്ല ഒരു അടിപൊളി ടിപ്സ് കാണിച്ചു തരാം. കിച്ചണിലുള്ളതും അതുപോലെ ബാത്റൂമിലുള്ളതൊക്കെ ടൈൽസ്, കറ പിടിച്ച ടൈൽസ് പെട്ടെന്ന് തന്നെ കറകളൊക്കെ മായ്ച്ച് കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് പെട്ടെന്ന് നമുക്ക് കഴുകിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്സ് കാണിച്ചു തരാം. ഈ ഒരു റെസിപ്പി നിങ്ങൾ തയ്യാറാക്കിയിട്ട് ടൈൽസൊക്കെ നിങ്ങൾ ഉരച്ചു കൊടുത്താൽ എത്ര പഴക്കമുള്ള കറയാണെങ്കിലും പെട്ടെന്ന് തന്നെ മായ്ഞ്ഞ് കിട്ടും. നല്ലോണം തുടച്ചു കൊടുത്താലും നല്ല വൃത്തിയായിട്ട് വരും. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്ത് കമൻറ്റും ചെയ്ത് സപ്പോർട്ട് തരണേ. ആ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു കേടായ നാരങ്ങ ഉണ്ടാവും. ആ നാരങ്ങയും 2 മുട്ടത്തോടും കൂടി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലോട്ട് കുറച്ച് സർപ്പിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ പത വേണ്ടത് അതിനനുസരിച്ചിട്ട് സർപ്പിട്ട് കൊടുക്കുക. അതിലോട്ട് കുറച്ച് ബേക്കിംഗ് സോഡയും കുറച്ച് വെള്ളവും കുറച്ച് വിനാഗിരിയും കുറച്ച് ഷാമ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത് അത്രയും നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ലാസ്റ്റ് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു മിക്സ് ഉപയോഗിച്ചിട്ട് തേച്ച് കഴുകുക. ആ ഒരു മിക്സ് ഉപയോഗിച്ച് തേച്ച് കഴുകിയിട്ടുള്ള ഒരു തിളക്കമാണ് വീഡിയോൻ്റെ ഫസ്റ്റ് കാണിച്ചില്ലേ, ആ ഒരു ഭാഗമാണിത്. നല്ല രീതിയിൽ വൃത്തിയാക്കണം, നല്ല രീതിയിൽ തിളങ്ങുന്നുണ്ട്. ഈ ഒരു ഭാഗം കണ്ടില്ലേ നിങ്ങൾ, ഒരു മഞ്ഞക്കറ പോലെ കാണുന്നത്, അത് വൃത്തിയാക്കാനായിട്ട് ഞാൻ അടുത്തൊരു ടിപ്സ് കാണിച്ചു തരാം. കുറച്ച് സർപ്പും അതുപോലെ സർപ്പിലോട്ട് കുറച്ച് ഷാമ്പുവും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് കുറച്ച് വിനാഗിരിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇതിലേത് ടിപ്സാണ് ഇഷ്ടമായതെന്ന് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. 2 ടിപ്സും നല്ലോണം നീറ്റായി കിട്ടുന്ന ടിപ്സാണ്. ഫസ്റ്റത്തെ ടിപ്സ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ തുടച്ച് കൊടുക്കണം. നാരങ്ങയും മുട്ടയൊക്കെ ഉള്ളത് കാരണം നമ്മൾ നല്ല രീതിയിൽ തുടച്ച് കൊടുക്കണം. നന്നായിട്ട് കറയുള്ളിടത്തിൽ ആ ഒരു ടിപ്സ് തന്നെയാണ് യൂസ്ഫുൾ. ശേഷം ഇത് മിക്സ് ചെയ്തിട്ട് കയ്യിലേക്ക് ഒരു കവർ ഇട്ടിട്ട് നമ്മൾ എല്ലാവിടെയും ക്ലീൻ ചെയ്തെടുക്കുക. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കിച്ചണൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്താൽ, കിച്ചണും ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്തെടുത്താൽ നല്ലൊരു ഫ്രഷ്നെസ്സും അതുപോലെ പുതിയതുപോലെ എന്നും നമ്മുടെ വീട് നിലനിൽക്കും. ഇതുപോലത്തെ മിക്സൊക്കെ തയ്യാറാക്കിയിട്ട് വീട് ക്ലീൻ ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. കയ്യിൽ കവറിട്ടിട്ടേ ക്ലീൻ ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ കൈ കൊണ്ട് ഡയറക്റ്റ് തൊടാൻ പാടില്ല. കാരണം കാരം ഉള്ളത് കാരണം നമുക്ക് കൈക്ക് അത് എന്തെങ്കിലും അലർജി വരാൻ ചാൻസ് ഉണ്ട്. ഞാനങ്ങനെ ആ ഒരു 2ാമത്തെ മിക്സ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ഡോറും ഇവിടെയൊക്കെ ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നത് കാരണം അധികം കച്ചറയൊന്നും ഇല്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പവർ മനസ്സിലാവാത്തത്. നല്ല രീതിയിൽ വൃത്തിയാവുന്നുണ്ട്. ഇതുപോലെ സ്വിച്ച് ബോർഡൊക്കെ തുടച്ച് നല്ല രീതിയിൽ വൃത്തിയാക്കി എടുക്കുക. നല്ല രീതിയിൽ അഴുക്ക് പിടിച്ച ഭാഗങ്ങളൊക്കെയാണ് നിങ്ങളിങ്ങനെ ക്ലീൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവും മാറ്റം. 2 സൈഡിലും കച്ചറ പോകുന്നതും അതുപോലെ ആദ്യത്തെ ഭാഗവും നോക്കിയാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. ഇവിടെ നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ വെട്ടി തിളങ്ങുന്നുണ്ട്. ഈ ഒരു മിക്സ് നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഫസ്റ്റത്തെ മിക്സ് നിങ്ങൾ നല്ല കറയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിച്ച് നോക്കുക. നമ്മുടെ വീടിൻ്റെ ഈ ഒരു ഡോറ്, ബാത്റൂമിൻ്റെ ഡോറ്, സ്റ്റോർ റൂമിൻ്റെ ഡോറൊക്കെ തുടക്കാൻ നമ്മൾ പലരും വിട്ടുപോകും. ഈ ഒരു ഡോറ് നമ്മൾ തുടച്ചു കൊടുത്താൽ എന്നും പുതിയതുപോലെ നിലനിൽക്കും. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.